ഹായ്, ദിസ് ഇസ് ഷാഡോ ജേർണലിസ്റ്റ്. നിഴലായി ഒഴുകി വരും. ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ഓൺലൈൻ മാധ്യമങ്ങളുടെ പുതിർശൂന്യതയെ കുറിച്ചാണ്, അഥവാ തന്തയില്ലായ്മയെ കുറിച്ചാണ്. വാക്കല്പം അപൊളിറ്റിക്കൽ ആണെങ്കിലും ഈ സമയത്ത് ഇതൊക്കെ ഉപയോഗിച്ചേ പറ്റുള്ളൂ. രേണു സുധി എന്ന കൊലം സുധിയുടെ ഭാര്യയെ കൊണ്ടുവന്ന് വളരെ മോശം രീതിയിൽ നെഗറ്റീവ് ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ പേഴ്സണൽ ലൈഫിനെ ചൂഴ്ന്നെടുക്കുന്ന തരത്തിലുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഓൺലൈൻ മാധ്യമങ്ങളെ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? പാപ്പരാസികളെ പോലെ അവരുടെ പുറകെ പട്ടികളെ പോലെ മണത്ത് നടന്ന് ഓരോന്നും എടുത്ത് ഓൺലൈൻ മീഡിയയിൽ ചാർത്തി അവരെ വെച്ച് പണം ഉണ്ടാക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ നിങ്ങൾക്ക് എന്ത് എത്തിക്സ് ആണ് ഇതിനകത്തുള്ളത്? ഒരു മനുഷ്യന്റെ പേഴ്സണൽ ലൈഫ് വിറ്റ് ജീവിക്കുന്നതാണോ നിങ്ങളുടെ മാധ്യമ ധർമ്മം? രേണുസുധിയെ കഴിഞ്ഞ ദിവസം ഒരു അവതാരിക വലിച്ചു കീറുന്നൊക്കെ പറഞ്ഞ് തമ്മിലൊക്കെ കണ്ടിരുന്നു. പക്ഷേ സത്യത്തിൽ സഹതാപമാണ് അവരോട് തോന്നിയത്. എത്ര വൃത്തികെട്ട ചോദ്യങ്ങളാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. ഒരാളെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഒരു അവതാരിക ചോദിക്കേണ്ടത്. സത്യത്തിൽ ഏറ്റവും വൃത്തികെട്ട ഇന്റർവ്യൂ ആയിരുന്നു അത്. അതിന്റെ കമന്റ് ബോക്സ് തുറന്നാൽ തന്നെ രേണുസുധിയെ അതുവരെ നെഗറ്റീവ് പറഞ്ഞ ആളുകൾ വരെ അവതാരികയെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുന്നുണ്ട്. കാരണം നമുക്ക് അവരുടെ കൂടെ നിൽക്കാൻ തോന്നുന്ന തരത്തിലാണ് ഇവർ ഈ അഭിമുഖം തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ആദ്യത്തെ അനുഭവമല്ല കേട്ടോ. ഇത് തുടർച്ചയായിട്ട് പല ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ട, അതിന്റെ ചെറിയൊരു പാർട്ട് മാത്രമാണിത്. ഒരു മനുഷ്യന്റെ പേഴ്സണൽ ലൈഫ് വിറ്റ് 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 ജീവിക്കുകയാണ് ഇവിടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന അട്ടകൾ. ഇവർ ശരിക്കും അട്ടകളെ പോലെ തന്നെയാണ് കേട്ടോ. അതായത് രക്തം കുടിക്കുന്നു, അത് വയറ് നിറയുമ്പോൾ ഇറങ്ങിപ്പോകുന്നു, രക്തം കുടിക്കുന്നു, വയറ് നിറയുമ്പോൾ ഇറങ്ങിപ്പോകുന്നു. ചില ആളുകളൊക്കെ ലൈറ്ററൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതിനെ കരിച്ചു കളയും കേട്ടോ. അതിന് മാത്രം ശക്തിയുള്ള ആളുകൾ മുൻപിൽ ഇരിക്കണമെന്ന് മാത്രം. പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലെയുള്ള ആളുകളൊക്കെ ശരിക്കും ഇവർക്ക് അഭിമുഖത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കും. കാരണം അത്രത്തോളം ധാർഷ്ട്യമുള്ള ഒരാളാണ് മമ്മൂട്ടി. അല്ലാത്ത ആളുകളെയൊക്കെ ഇത് രേണുസുധി പോലെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് പേഴ്സണലി ഹ്യൂമിലേറ്റ് ചെയ്യുന്ന തരത്തിൽ, അതായത് ഇവരൊക്കെ തെരഞ്ഞെടുക്കുന്ന ഗസ്റ്റുകൾ തന്നെ ഇത്തരത്തിലുള്ള ആളുകളാണ്. അതായത് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് ചൂഴ്ന്നെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്ന ആളുകളാണ്. സത്യത്തിൽ ഒരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് കയറാൻ എന്ത് സ്വാതന്ത്ര്യമാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകനുള്ളത്? ഒരാളെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള എന്ത് റൈറ്റ്സ് ആണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകനുള്ളത്? മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ അടക്കം അനവധി ഇന്റർവ്യൂകൾ ഞാൻ പോയിട്ടുണ്ട്. അവർ തരുന്ന ടാസ്കുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ എന്ത് ക്വാളിറ്റി നോക്കിയിട്ടാണ് ആളുകൾ തെരഞ്ഞെടുക്കുന്നതെന്ന്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവതരിപ്പിക്കുന്നവരെയും ഇത്തരത്തിൽ ഫെയിം ഉണ്ടാക്കുന്നവരെയും ഇത്തരത്തിൽ ആളുകളെ ബുദ്ധിമുട്ടിച്ച് അതിൽ നിന്നും പണം ഉറ്റിയെടുക്കുന്ന ആളുകളെയുമാണ് ഇവർക്ക് ആവശ്യം. എന്തായാലും ഓൺലൈൻ മാധ്യമങ്ങൾ ഒരു ക്യാൻസർ പോലെ ഇങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ എല്ലാ അവയവങ്ങളെയും കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മൂല്യങ്ങളെയും അത് കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. വരും കാലങ്ങളിൽ അത് വലിയ രീതിയിൽ മനുഷ്യന്റെ ജീവിതത്തെ, പ്രൈവസി എന്ന സാധനം പോലും മനുഷ്യർക്ക് ഇല്ലാത്ത തരത്തിലോട്ട് അതിന്റെ ഒരു കൾച്ചർ മാറും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റുള്ളൂ. ഇത് ഓരോ മനുഷ്യരുടെയും പ്രശ്നമാണ്. കാരണം ഓരോ മിനിറ്റിലും ഓരോ സെലിബ്രിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരുടെയും ആവശ്യമാണ് അവരുടെ പ്രൈവസി എന്നുള്ളത്. അതിനെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒന്നിനെയും നിങ്ങൾ നിലനിർത്തരുത്. അതുകൊണ്ട് ഓൺലൈൻ മീഡിയകളുടെ ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായി ഒരു കമന്റ് കൊണ്ടെങ്കിൽ പ്രതികരിച്ചേ പറ്റുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.